അതാ നോക്കൂ മുറ്റത്തൊരു മൈന. ശക്തമായ മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ ജനജീവിതം ദുസ്സഹമായി. ഈ 2 വാർഡ് ക്ലിയർ ആക്കിയ വെള്ളം അത്രയും പോവും. അത് ഇവിടെ ഉള്ള മേയറല്ല ആര് ഇത് ചെയ്യാതെ വിട്ടൊക്കെയാണ്. ഇവന്മാരെല്ലാം വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം വരും, ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരും. മേയർ എത്തിയിട്ടില്ല, മേയർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു വലിയ പരാതി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, കച്ചവടക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മേയർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മേയർ ഈ പ്രധാനപ്പെട്ട വെള്ളക്കെട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? അവിടെ വിമർശനം കടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അത് ശരിയാ. മേയറെ പ്രതികരിക്കാനുണ്ടോ? അല്ല, ജസ്റ്റ് എന്താണ് ഈ വിഷയം? ആളുകൾ അല്ല മേയറെ നമ്മൾ ഈ പരിഹാരം ഉടനെ കാണോ? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. മേയറെ അശ്വി, ഇതാണ് മേയറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. അതായത് സോറിയുടെ മോനെ, നീ പൊട്ടനാണെന്ന് ചേട്ടൻ അറിഞ്ഞില്ല. ആളുകൾ ദുരിതക്കയത്തിലാണ്, ആളുകൾ വെള്ളക്കെട്ടിലാണ്. സമാനതകളില്ലാത്ത ദുരിതവും ദുഃഖവും തിരുവനന്തപുരം നഗരത്തിലെ പ്രദേശവാസികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെ വലിയ വികസനമുണ്ടെന്ന് പറയുമ്പോഴും ഈ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ഇപ്പൊ ഏകദേശം ശരിയായി. ഒരുപാട് കോടികൾ മുടക്കിയെങ്കിലും ഒന്നും ഫലവത്തായില്ല. ജനം ഇന്നും ദുരിതത്തിൽ തന്നെ എന്നുള്ളതാണ്. ഇത് വേനൽ മഴ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ്. ഇത് കേരളമാണ്. എന്താണ് ഇക്കാര്യത്തിൽ മേയർക്ക് പറയാനുള്ള മറുപടി എന്ന് അറിയണം. കാരണം ഇവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ കുറച്ച് ആളുകളോട് മാത്രം സംസാരിച്ചിട്ട് പോകുന്നതല്ല മേയർ.